തൃശൂർ പൂരം കൊടിയേറ്റ് നടന്നു. 8 ഘടക ക്ഷേത്രങ്ങളിലും പ്രധാന ഘടകങ്ങളായ തിരുവമ്പാടിയിലും പാർമിക്കാവിലും പൂരം കൊടിയേറ്റ് കർമ്മം നടന്നിരിക്കുകയാണ്. രാവിലെ ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിൽ ആണ് ആദ്യം കൊടിയേറ്റ് നടന്നത്. തുടർന്ന് തിരുവമ്പാടിയിലും കൊടിയേറ്റ് കർമ്മങ്ങളുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൂരപങ്കാളികളായ പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രത്തിലും മറ്റ് 8 ഘടക ക്ഷേത്രങ്ങളിലും ഇന്ന് തന്നെയാണ് കൊടിയേറ്റം. ഇത് ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിൽ രാവിലെ കൊടിയേറി കഴിഞ്ഞു. അയ്യന്തോൾ ദേവീക്ഷേത്രത്തിൽ ഇതേ സമയം തന്നെയാണ് 11 മണിക്ക് തന്നെയാണ് കൊടിയേറ്റം നിശ്ചയിച്ചിട്ടുള്ളത്. മറ്റ് 6 ഘടകക്ഷേത്രങ്ങളിൽ വൈകിട്ടാണ് കൊടിയേറ്റം. കണിമംഗലം ശാസ്താവ്, ചെമ്പൂക്കാവ് ഭഗവതി, പൂക്കാട്ടിക്കര കാരമുക്ക് ഭഗവതി, ചൂരക്കോട്ടുകാവ് ഭഗവതി, നെയ്തലക്കാവ് ഭഗവതി, പനമുക്കുംപിള്ളി ശാസ്താവ് തുടങ്ങിയ ക്ഷേത്രങ്ങളിലെല്ലാം ഇന്ന് വൈകുന്നേരത്തോടെ കൊടിയേറും. പൂരത്തിൻ്റെ മുഴുവൻ ആവേശത്തിലേക്ക് തൃശ്ശൂർ നഗരം എത്തിച്ചേരുകയാണ്. പാറമേക്കാവും തിരുവമ്പാടിയും ഉൾപ്പെടെ 10 ഘടകക്ഷേത്രങ്ങളിലെയും കൊടിയേറ്റത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇന്ന് രാത്രി 9:30 TCVയിൽ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. ഇന്ന് രാത്രിയോടെ തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്ര ഗോപുരങ്ങൾ ദീപാലങ്കൃതമാവും. പൂരത്തിൻ്റെ ആവേശത്തിലേക്ക് ദേവസ്വങ്ങളും നാടുമെത്തുമ്പോൾ ആ ആവേശം മുഴുവൻ പ്രേക്ഷകരിലേക്കും പങ്കുവയ്ക്കാൻ TCVയും സജ്ജമായി കഴിഞ്ഞു. പൂരത്തിൻ്റെ എല്ലാ ദൃശ്യങ്ങളും കൊടിയേറ്റവും സാമ്പിൾ വെടിക്കെട്ടും ചമയവും തുടർന്ന് പൂരത്തിന് രാവിലെ ചടങ്ങ് തുടങ്ങുന്ന മുതലുള്ള എല്ലാ ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഇതാ തിരുവമ്പാടി ക്ഷേത്രത്തിലേക്ക് കൊടിമരം കൊണ്ടുവരുന്ന ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം കൊടിയേറ്റ് കർമ്മം നടക്കുകയാണ്. 8 ഘടകക്ഷേത്രങ്ങളിലും പ്രധാന ക്ഷേത്രങ്ങളായ തിരുവമ്പാടിയിലും പാറമേക്കാവിലും പൂരം കൊടിയേറ്റ് കർമ്മങ്ങൾ നടക്കുന്നു. ക്ഷേത്ര സന്നിധിയിൽ എത്തിക്കുകയാണ്. ഇതോടുകൂടി തൃശൂർ നഗരി പൂരലഹരിയിലേക്ക് വീഴുകയാണ്. എന്തായാലും VS സുനിൽകുമാർ അടക്കം സ്ഥാനാർത്ഥികളും ഇവിടെ സന്നിഹിതരായിരിക്കുന്നു. ആ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചരിത്ര പ്രസിദ്ധമായ തൃശൂർ പൂരത്തിന് കൊടിയേറ്റ് കർമ്മം നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആരവങ്ങൾക്ക് അപ്പുറത്തേക്ക് തൃശൂർ പൂരത്തിന്റെ ആവേശവും തൃശൂർക്കാരിൽ ഇപ്പോൾ ഇതായി നിമിഷം മുതൽ ആവുകയാണ്. ആവേശത്തിലേക്ക് തൃശൂർക്കാർ കടക്കുകയാണ്. തൃശൂർ പൂരത്തിന്റെ ദിവസങ്ങളാണ് ഇനി അങ്ങോട്ട്. ആന്റണി ജസ് ജോർജ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആന്റണി, തൃശൂർ പൂരം ഏവരുടെയും, അതായത് ലോകമെമ്പാടും അറിയപ്പെടുന്ന പ്രസിദ്ധമായ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള തൃശൂർ പൂരത്തിന്റെ കൊടിയേറ്റ് കർമ്മങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ആന്റണി അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിശദാംശങ്ങൾ? ഇപ്പോൾ ഇതാ നമുക്ക് VS സുനിൽകുമാർ അടക്കം സ്ഥാനാർത്ഥികളെയും നമുക്ക് ആ വേദി കർമ്മം നടക്കുന്ന ആ ഒരു സന്നിധിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആന്റണി, ഉണരുകയാണ്, ആവേശത്തിലേക്ക് കടക്കാനൊരുങ്ങുകയാണ്. ഏതായാലും
ഘടക ക്ഷേത്രങ്ങളിൽ കൊടിയേറ്റ് തുടങ്ങുന്നു. രാവിലെ ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിൽ കൊടിയേറിയിരുന്നു. അതിന് പിന്നാലെ ഈ തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളികളാണ് തിരുവമ്പാടി, അതുപോലെ തന്നെ പാറമേക്കാവും. ഏതായാലും ഇപ്പോൾ തിരുവമ്പാടി ക്ഷേത്രത്തിൽ കൊടിയേറ്റ് നടക്കുകയാണ്. അതിനുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് തുടങ്ങിക്കഴിഞ്ഞു. നേരത്തെ 11 മണിക്കും 11:45-നും 11:30-ക്കും ഇടയിലുള്ള സമയത്താണ് ഈ കൊടിയേറ്റം നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ആ കൊടിമരം അവിടേക്ക് ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ കൊടിയേറ്റ് നടക്കും. അതിനുശേഷം പാറമേക്കാവിലാണ്. പാറമേക്കാവിൽ സമയം നിശ്ചയിച്ചിരിക്കുന്നത് 12-നും 12:15-നുമാണ്. ഏതായാലും ഈ തിരുവമ്പാടിയും പാറമേക്കാവും അടക്കമുള്ള ഘടകക്ഷേത്രങ്ങളിൽ കൊടിയേറുന്നതോടുകൂടി ഈ തൃശ്ശൂർ അതിൻ്റെ പൂരാവേശത്തിലേക്ക് പൂർണ്ണമായും ഉണരും, അല്ലെങ്കിൽ ആ ആവേശത്തിലേക്ക് കടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും തൃശ്ശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ, അതുപോലെ തന്നെ മന്ത്രി K രാജൻ അടക്കമുള്ളവരും ഈ കൊടിയേറ്റിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നിരവധി ആളുകൾ, തൃശ്ശൂരിലെ പൂരപ്രേമികൾ എല്ലാം തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും കൊടിയേറ്റ ചടങ്ങുകൾ അവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ കൊടിയേറ്റ തിരുവമ്പാടിയിൽ നടക്കും. അതിനുശേഷം പാറമേക്കാവിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൊടിയേറ്റ് നടക്കുക. അത് 12-നും 12:15-നും ഇടയിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. രാത്രി 8 മണിക്ക് നെയ്തലക്കാവ് ക്ഷേത്രത്തിൽ കൊടിയേറ്റ് നടക്കുന്നതോടുകൂടി ഈ പൂരത്തിന്റെ എല്ലാ ഘടക ക്ഷേത്രങ്ങളിലും ഈ പൂരത്തിന് കൊടിയേറ്റ് പൂർണ്ണമാകും. ഏതായാലും ഈ പൂരത്തിന് വേണ്ടിയുള്ള കൊടിയേറ്റ് കടങ്ങമ ഇപ്പോൾ തിരുവമ്പാടി ക്ഷേത്രത്തിൽ നടക്കുന്നു. ഏതായാലും 19-നാണ്, വരുന്ന വെള്ളിയാഴ്ചയാണ് പൂരം നടക്കുന്നത്. അതിന് നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും വിസ്മയം തീർക്കുന്ന ഒന്നാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അത് വാദ്യ ശബ്ദ കലകളുടെയൊക്കെ അതുപോലെ തന്നെ നിറങ്ങളുടെയൊക്കെ ഒരു വലിയ ഉത്സവമാണ്, അല്ലെങ്കിൽ വലിയൊരു പൂരമാണത്. കേരളത്തിന് മാത്രം സ്വന്തമായ, ലോകത്ത് സമാനതകളില്ലാത്ത ഒരു വലിയ അത്ഭുതം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് തൃശ്ശൂർ പൂരം. ഏതായാലും ആ പൂരത്തിൻ്റെ ആവേശത്തിലേക്ക് തൃശ്ശൂർ ഉണരുകയാണ്, തൃശ്ശൂർ ആവേശത്തിലേക്ക് കടക്കുകയാണ്. കൊടിയേറ്റ് കർമ്മങ്ങൾ, കൊടിയേറ്റിന് ഭാഗമായി നടക്കുന്ന ആ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഭദ്ര, ആന്റണി അതുപോലെ തന്നെ നമുക്കറിയാം ഈ ആന എഴുന്നള്ളിക്കുന്നതുമൊക്കെയായി ബന്ധപ്പെട്ട ചില വാദങ്ങളും ചില ആശങ്കകളുമൊക്കെ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും തൃശ്ശൂർ പൂരം അതിഗംഭീരമാക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ഭാരവാഹികൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക്, അതായത് ഈ പന്തൽനാട്ട് കർമ്മത്തിൻ്റെ സമയത്തൊക്കെ തന്നെ നമുക്കറിയാം ഈ അവിടെയുള്ള, അതായത് തൃശ്ശൂർ ജില്ലയിലെ, തൃശ്ശൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ സന്നിഹിതരായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ ഇതാ VS സുനിൽകുമാർ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ഒരു കർമ്മത്തിൽ പങ്കെടുക്കാനായിട്ട്. എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്. ഒരു ഭാഗത്ത് തെരഞ്ഞെടുപ്പ് ചൂട് നടക്കുന്നു, മറ്റൊരു ഭാഗത്ത് പൂരാവേശം നിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലേക്കാണ് തൃശ്ശൂർ നഗരി ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു കർമ്മത്തിന് സാക്ഷികളാകാൻ നിരവധി പേരാണ് ജില്ലയിൽ നിന്നും ജില്ലയ്ക്ക് പുറത്തു നിന്നുമൊക്കെ ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത്. തൃശ്ശൂർ പൂരം അതിന്റെ ആവേശത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആന്റണി നേരത്തെ സൂചിപ്പിച്ചിരുന്ന 8 ഘടക ക്ഷേത്രങ്ങളിലും സമാനമായ രീതിയിൽ കൊടിയേറ്റ് കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ നമുക്കൊന്നും കൂടി പറയേണ്ടതുണ്ട് ആന്റണി. തീർച്ചയായും തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഈ വടക്കുംനാഥ ക്ഷേത്രത്തിൽ അവിടെ ഈ ഘടകക്ഷേത്രങ്ങൾ 8 ഘടകക്ഷേത്രങ്ങളുണ്ട്. ഈ ഘടകക്ഷേത്രങ്ങളുടെ എഴുന്നള്ളത്താണ് പൂരം. അവിടെ ഓരോ ക്ഷേത്രങ്ങളും രാവിലെ നെയ്തലക്കാവിലമ്മ എഴുന്നള്ളി തൃശ്ശൂർ വടക്കുംനാഥനെ കാണുന്നതോടുകൂടിയാണ് അവിടെ ഈ പൂരത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. അതിനുശേഷം ഓരോ പൂരങ്ങളും അവിടേക്ക് എത്തും. അങ്ങനെ ഈ ഘടകക്ഷേത്രങ്ങളിൽ, ഈ 8 ഘടകക്ഷേത്രങ്ങളിലും പൂരം കൊടിയേറുന്ന ഒരു ചടങ്ങാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ രാവിലെ ലാലൂർ ക്ഷേത്രത്തിൽ ആദ്യ കൊടിയേറ്റ് നടന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളികൾ എന്ന് പറയുന്നത് തിരുവമ്പാടിയും അതുപോലെ തന്നെ പാറമേക്കാവ് ക്ഷേത്രങ്ങളുമാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളികൾ നമുക്കറിയാം. ഈ കുടമാറ്റവും അതുപോലെ തന്നെ മറ്റ് വെടിക്കെട്ടാണെങ്കിലും അതുപോലെ തന്നെ മടത്തിൽ വരവാണെങ്കിലും ഇലഞ്ഞിത്തറ മേളമാണെങ്കിലും ഒക്കെ അതിലേറ്റവും പ്രധാനം ഈ അതിന് മുമ്പിലുള്ളത് അതിൻ്റെ ആളുകൾ എന്ന് പറയുന്നത് തിരുവമ്പാടിയും അതുപോലെ തന്നെ പാറമേക്കാവുമാണ്. അതുകൊണ്ട് തന്നെ ഈ പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൊടിയേറ്റ് ചടങ്ങ് തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന തിരുവമ്പാടി
തിരുവമ്പാടിയിലെ കൊടിയേറ്റ് എന്ന് പറയുന്നത്. അത് അല്പസമയത്തിനകം തന്നെ നടക്കും. 11:00-നും 11:45-നും ഇടയിലുള്ള സമയത്താണ് കൊടിയേറ്റ് നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും മന്ത്രി കെ രാജൻ അടക്കമുള്ളവർ ഇപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. മന്ത്രി അടക്കമുണ്ട്. അതുപോലെ തന്നെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ഉണ്ട്. അവരൊക്കെ തൃശ്ശൂർക്കാരാണ്. നമുക്കറിയാം പൂരം എപ്പോഴും തൃശ്ശൂരിൽ ഈ പൂരം നടക്കുമ്പോഴൊക്കെ സജീവമായി തന്നെ കെ രാജനും അതുപോലെ തന്നെ VS സുനിൽകുമാറും അതുപോലെ തന്നെ ഉള്ള ആളുകൾ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് എല്ലാവരും തന്നെ അവിടെ ഉണ്ടാകാറുണ്ട്. ഏതായാലും ഈ തിരുവമ്പാടിയിലെ കൊടിയേറ്റ് ചടങ്ങിലും അവരെല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട്. ഇനി അടുത്തത് പാറമേക്കാവാണ്. പാറമേക്കാവിൽ 12 മണിക്കും 12:15-നും ഇടയിലുള്ള ഒരു സമയത്താണ് കൊടിയേറ്റ് നിശ്ചയിച്ചിരിക്കുന്നത്. വൈകുന്നേരം 8 മണിക്ക്, രാത്രി 8 മണിക്ക് നെയ്തലക്കാവിലാണ് അവസാനത്തെ കൊടിയേറ്റ് നടക്കുക. അതോടുകൂടി തന്നെ തൃശ്ശൂരിൽ ആ പൂരത്തിൻ്റെ ആവേശത്തിലേക്ക് തൃശ്ശൂർ പൂർണ്ണമായും കടക്കും. ഇനി ഉള്ള രാപ്പകലുകൾ തൃശ്ശൂരിനെ സംബന്ധിച്ച് വലിയ ആവേശത്തിൻ്റെതാണ്. ഇനിയുള്ള കാത്തിരിപ്പ് 19-ാം തീയതി പുലരാൻ വേണ്ടിയുള്ളതാണ്. ആ പുലരുന്ന ദിവസം തൃശ്ശൂരിൽ ആ പൂരത്തിൻ്റെ കേളുകൊട്ട് ഉയരും. അവിടെ നെയ്തലക്കാവിലമ്മ എഴുന്നള്ളി വരുന്നതോടുകൂടി പൂരത്തിൻ്റെ ആവേശത്തിലേക്ക് തൃശ്ശൂർ പൂർണ്ണമായും കടക്കും. പിന്നീട് ഓരോ ഘടകപൂരങ്ങളും അവിടേക്ക് എത്തും. പിന്നീട് മടത്തിൽ വരവും അതുപോലെ തന്നെ ഇലഞ്ഞിത്ര മേളവും വൈകുന്നേരം കുടമാറ്റവും അത് കഴിഞ്ഞ് വർണ്ണശബളമായ വെടിക്കെട്ടുമൊക്കെ നടക്കും. ഏതായാലും ഈ ആനയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും അല്ലെങ്കിൽ അത്തരം നിർദ്ദേശങ്ങളും ഒക്കെ എല്ലാ കാലങ്ങളിലും ഉണ്ടാകാറുണ്ട്. പക്ഷേ അതൊന്നും പൂരത്തിൻ്റെ ആവേശത്തെ ഒരു തരത്തിലും ഒരു കാലത്തും കെടുത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ അതിൻ്റെ വഴിക്ക് നടന്നു പോകുന്ന ഒരു പതിവ് തന്നെയാണ് എല്ലാ കൊല്ലവും ഉള്ളതും. ഇത്തവണയും അത്തരത്തിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും പൂരത്തിൻ്റെ ആവേശത്തെ ഒരു കാലത്തും ബാധിച്ചിട്ടില്ല. ഇനിയും ഇപ്പോഴും ബാധിക്കാൻ ഉള്ള സാധ്യതകളില്ല, അല്ലെങ്കിൽ അങ്ങനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം അതിനപ്പുറത്തേക്കൊക്കെയുള്ള ഒരു വലിയ വികാരമാണ് പൂരം എന്ന് പറയുന്നത്. ഏതായാലും ആ ചടങ്ങുകൾ ഈ ഓരോ പൂരപ്രേമിയുടെയും മനസ്സിൽ ആ പൂരത്തിൻ്റെ കൊടിയേറ്റമാണ് ഈ ഓരോ ക്ഷേത്രങ്ങളിലും പൂരത്തിന് കൊടിയേറുമ്പോൾ ഉണ്ടാകുന്നത്. ഏതായാലും ആ ഒരു കാത്തിരിപ്പ് ഇപ്പോൾ തിരുവമ്പാടിയിലെ കൊടിയേറ്റിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പൂരപ്രേമികൾ ഉള്ളത്. നിരവധി ആളുകൾ തിരുവമ്പാടി ക്ഷേത്രത്തിലുണ്ട്. കൊടിയേറ്റിന് കൊടിയേറ്റ് കാണാനായി അവിടെ നിരവധി ആളുകൾ ഇപ്പോൾ പൂരപ്രേമികൾ അടക്കം അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മന്ത്രി കെ രാജനുണ്ട്, അതുപോലെ തന്നെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറുണ്ട്. അങ്ങനെ അത്തരത്തിൽ നിരവധി ആളുകൾ, വിവിധ തലങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ അവിടെ ഉണ്ട്. അതിനുശേഷം ഇനിയുള്ളത് പാറമേക്കാവ് ക്ഷേത്രത്തിലാണ്. പാറമേക്കാവും അവിടെ 12 മണിയോടുകൂടി പൂരത്തിന് കൊടിയേറും. അതോടുകൂടി ആ പൂരം അതിൻ്റെ ഔദ്യോഗികമായ ഒരു കൊടിയേറ്റത്തിലേക്ക് കടക്കും. ഏതായാലും ഘടകക്ഷേത്രങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായി കൊടിയേറ്റുകൾ നടന്നു വരികയാണ്. ഏതായാലും തിരുവമ്പാടിയും പാറമേക്കാവും തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ പൂരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘടകക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ കൊടിയേറ്റോടുകൂടി തന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ ആവേശത്തിലേക്ക്, പൂരലഹരിയിലേക്ക് പൂർണ്ണമായും ലയിക്കുന്ന ഒരു കാഴ്ചയാണ്. ഏതായാലും ആ കൊടിയേറ്റത്തിനുള്ള കാത്തിരിപ്പ് ഇപ്പോഴും അവിടെ തുടരുന്നു. സമയം ആകുന്നതേയുള്ളൂ. 11:30 മുതൽ 11:45 വരെയുള്ള സമയത്താണ് കൊടിയേറ്റ് നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും ആ ചടങ്ങുകൾ അതിൻ്റെ ഭാഗമായി കൊടിയേറ്റിന് മുമ്പുള്ള ഭാഗങ്ങളാണ് നടക്കുന്നത്. ഏതായാലും അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭദ്ര, തൃശ്ശൂർ പൂരത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള കൊടിയേറ്റ് കർമ്മമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചരിത്രപ്രസിദ്ധമായ തൃശ്ശൂർ പൂരത്തിന്റെ കൊടിയേറ്റ് കർമ്മം പ്രധാനികളായ തിരുവമ്പാടി, പാറമക്കാവ് തുടങ്ങിയ ഘടകക്ഷേത്രങ്ങളിലാണ് ഇപ്പോൾ കൊടിയേറ്റ് കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാലൂർ ഭഗവതി ക്ഷേത്രത്തിൽ രാവിലെ 8 മണിയോടെ 8:15 കൊടിയേറ്റ് കർമ്മങ്ങൾ തുടങ്ങിയത്. അതിനുശേഷം അയ്യന്തോൾ, ഇപ്പോൾ ഇതാ തിരുവമ്പാടി, പാറമക്കാവ് ക്ഷേത്രങ്ങളിലും കൊടിയേറ്റ് കർമ്മം നടക്കുകയാണ്. മറ്റ് ഘടകക്ഷേത്രങ്ങളിലും അല്പസമയത്തിനകം തന്നെ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. ഇതോടുകൂടി, അതായത് തിരുവമ്പാടി, പാറമക്കാവ് ക്ഷേത്രങ്ങളിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കുന്നതോടുകൂടി തൃശ്ശൂർ നഗരി മാത്രമല്ല കേരളം ഒന്നടങ്കം തൃശ്ശൂർ പൂരത്തിന്റെ ആ ഒരു പൂര ലഹരിയിലേക്ക് കടക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ആയിരക്കണക്കിന് ആളുകളാണിപ്പോൾ ഈ കർമ്മം കാണാൻ കൊടിയേറ്റ് കർമ്മത്തിനായി സന്നിഹിതരായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി VS സുനിൽകുമാറും എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം മന്ത്രി കെ രാധാകൃഷ്ണൻ എത്തിയിട്ടുണ്ട്. ഇടവേള.